ഇതൊരു കിങ് സൈസ് ബെഡിൻ്റെ അസംബ്ലിങ് വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടിങ് എല്ലാം നമ്മൾ ഫാക്ടറിയിൽ വെച്ച് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുവന്നേക്കാണ്. അസംബ്ലിങ് വർക്കിനായിട്ട് നമുക്ക് ഹാഫ് ഡേ സൈറ്റിൽ വേണ്ടി വരും. ഇത് ബെഡിൻ്റെ ടോപ്പിൽ വരുന്ന സപ്പോർട്ടിംഗ് ഫ്രെയിമാണ്. ഒരു 3 ഇഞ്ച് വീതിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ സെൻറ്ററിൽ വരുന്ന ക്രോസ് പീസ് നമ്മൾ ഫുൾ വെഡ്ത്തിലാണ് എടുത്തിരിക്കുന്നത്. ഫുൾ വെഡ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് കറക്റ്റായിട്ട് ബാലൻസ് ആവൂ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കവറിങ്ങിനായിട്ട് കൊടുക്കുന്നത് 18 mm തിക്നെസ്സിൻ്റെ പീസ് തന്നെയായിരിക്കും. ഫ്രെയിം വർക്കെല്ലാം ഏകദേശം കഴിയാറായി. ഇതിനകത്തിന് നമുക്ക് 2 ഡ്രോയർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 2 സ്പേസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്യാപ്പിലാണ് ഡ്രോയർ വരുന്നത്. ഡ്രോയറിൻ്റെ സ്ലൈഡർ സപ്പോർട്ട് ചെയ്യാനുള്ള പീസാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നത്. ഡ്രോയറിനകത്ത് നമ്മൾ സ്ലൈഡർ സെറ്റ് ചെയ്യാണ്. ഇത് പുഷ് ഓപ്പൺ സ്ലൈഡറാണ്. ഇതിന് ഹാൻഡിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുഷ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ്. ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും. ക്ലോസിങ് സോഫ്റ്റ് ക്ലോസും ആയിരിക്കും. ഇതിൻ്റെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഫ്ലെ കമ്പനിയുടേതാണ്. ഇത് ഈ ബെഡിൻ്റെ സൈഡ് ടേബിളാണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.